ഹലോ ഗൈസ്, എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊളമാവ് എന്നൊരു സ്ഥലത്താണ്. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ നാടുകാണി തൊടുപുഴയ്ക്കും ഇടുക്കിക്കും ഇടയിൽ കുളമാവിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. നാടുകാണി പവലിയനിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് KSABയുടെ അണ്ടറിൽ വരുന്ന ഒന്നാണ്. ഇവിടെ എല്ലാ ദിവസവും ഓപ്പണാണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവർത്തന സമയം. നമ്മൾ ഇവിടുന്ന് മുൻപോട്ട് പോകുമ്പോൾ കോൺക്രീറ്റ് ഇട്ട റോഡ് കാണാം. ഇവിടുന്ന് പോയി കുറച്ചങ്ങ് നടക്കുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ പാസ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കിടക്കാൻ. കുട്ടികൾക്ക് 15 രൂപയും മുതിർന്നവർക്ക് 25 രൂപയുമാണ് പ്രവേശന ഫീസ്. ഇവിടം സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് നിർമ്മിച്ച് നിയന്ത്രിക്കുന്ന ഒരു 2 നില കെട്ടിടം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളെ ഈ കുന്നിന് മുകളിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെ വിശാലമായൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഇടുക്കി, എറണാകുളം ജില്ലകളുടെ പക്ഷികളുടെ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് മൂലമറ്റം പവർ ഹൗസാണ്. നല്ല രസമുള്ള കാഴ്ചകളാണ്. മൂലമറ്റം പട്ടണം, തൊടുപുഴ, മൂവാറ്റുപുഴയാറ് ഇതൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ ഈ കയറി ചെല്ലുന്ന ഈ കെട്ടിടം ഒരുപാട് പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. സന്ദർശകർക്ക് വന്നിരുന്ന് വിശ്രമിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി 1966 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് പവലിയൻ നിർമ്മിച്ചത്. പെരിയാർ നദിക്ക് കുറുകെ 3 അണക്കെട്ടുകൾ നിർമ്മിക്കുകയും ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകങ്ങളിലൊന്ന് സൃഷ്ടിക്കുകയും ചെയ്തു. സ്ഥലത്തിനടുത്തുള്ള നാടുകാണി എന്ന ഗ്രാമത്തിൻ്റെ പേരിലാണ് പവലിയൻ അറിയപ്പെടുന്നത്. ഇവിടെ തന്നെയായി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ കുട്ടികളുടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള കളിയുപകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഒരുപാട് സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ സാധിക്കും. ഞങ്ങളിപ്പോൾ വന്ന സമയം തിരക്കില്ലാത്തതുകൊണ്ടാകും അത്യാവശ്യം ആളുകളെ ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു വലിയ പാറ കാണാം. ഈ പാറയുടെ മുകളിൽ കയറിയാൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് കാഴ്ചകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറയുന്നത് ശൈത്യകാലത്താണ്. ഒക്ടോബറിനും ഫെബ്രുവരിക്കും ഇടയിലുള്ള കാലാവസ്ഥ നല്ല തണുപ്പും മഞ്ഞുമുള്ള സ്ഥലമാണിത്. 3000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആകാശത്തോളം ഉയർന്ന മലനിരകളും പച്ചപ്പ് നിറഞ്ഞ സസ്യജാലങ്ങളും പരന്നു കിടക്കുന്ന മനോഹരമായ ഭൂപ്രകൃതിയും നമുക്കിവിടെ കാണാൻ സാധിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പിക്നിക് സ്പോട്ടാണിത്.